കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. സാറിപ്പോൾ അരൂരല്ലേ താമസിക്കണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടപെടാറുണ്ടോ? ഈ അരൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു 1/4 നൂറ്റാണ്ടിൻ്റെ ബന്ധം എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അഡ്വക്കേറ്റ് എ എം ആരിഫ്, അദ്ദേഹം SFIയുടെ നേതാവായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് തന്നെ എൻ്റെ വീട്ടിൽ നിന്നാണ്. ഞങ്ങൾ 3 ആൺമക്കളാണുള്ളതെങ്കിലും ഒരു മൂത്ത മകൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അരൂക്കുറ്റിയിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ ഞാനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദലീമ, ഇപ്പോഴത്തെ MLA സഹപാഠിയാണ്. MLAയുടെ ആദ്യഘട്ടം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ MLA ഈ പാട്ടുമായി ബന്ധപ്പെട്ട് സംഗീതത്തിൻ്റെ ഒരു ഇതിലേക്ക് ആദ്യം വരുമ്പോൾ ഞാൻ ആർട്സ് സെക്രട്ടറി ആയിട്ട് കോളേജിൽ നിൽക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരിയെ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നതല്ല, ആ സമയത്ത് അവർ നന്നായിട്ട് പാട്ട് പാടും. ആ കോളേജിൽ ഞങ്ങൾ നടത്തിയ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടി. അവിടുന്ന് നേരെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ മത്സരിച്ചത് ചിത്രയോടായിരുന്നു, KS ചിത്രയോടാണ്. ചിത്രയും ദലീമയും മത്സരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴുള്ള സ്ഥിതി അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സമ്മാനമൊന്നും കിട്ടിയില്ല, കപ്പൊന്നും കിട്ടിയില്ലെങ്കിലും വളരെ ആവേശത്തോടെ മടങ്ങിപ്പോന്നു. പക്ഷേ അന്ന് ഞങ്ങൾക്കൊരു പോന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന മുഴുവൻ പേരുമുണ്ട്. കീബോർഡ് വായിക്കുന്നവരുണ്ട്, വയലിൻ വായിക്കുന്നവരുണ്ട്, തബല വായിക്കുന്നവരുണ്ട്, ഗിറ്റാർ വായിക്കുന്നവരുണ്ട്. അങ്ങനെ ആ കോളേജിൽ അന്നുണ്ടായിരുന്ന ടീം, അവരെ വെച്ചുകൊണ്ട് SM ബോയ്സ് എന്ന് പറഞ്ഞൊരു ഗാനമേള ട്രൂപ്പ് സംഘടിപ്പിച്ചു. അതിൽ ഈ ദലീമ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുത്ത് പിന്നീട് പള്ളി ആ ലെവലിലേക്ക് അവരെ കയറി ഗായികയായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അവരുടെ വികസന പ്രവർത്തനത്തെക്കുറിച്ചോ മണ്ഡലത്തിലുണ്ടായ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ ഒരിക്കലും എന്നൊരു സഹപാഠി എന്ന രൂപത്തിലേക്ക് ഞാനിത് പറയാൻ തയ്യാറാകുന്നില്ല. ഏറ്റവും ഇഷ്ടമുള്ള നല്ലൊരു ഗായിക, നല്ലൊരു സഹപാഠി. അപ്പം തീർച്ചയായും അവരുടെ വികസന പ്രവർത്തനവും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം ആരിഫ് തുടർന്ന് MLA വന്നു, അപ്പോഴും എനിക്ക് വരാനുള്ള അവസരം കിട്ടി. അദ്ദേഹം MP ആയി വന്നു, അപ്പോഴും എനിക്ക് മണ്ഡലങ്ങളിലൊക്കെ കയറാനുള്ള അവസരം കിട്ടി. ഞാൻ ഈ മണ്ഡലത്തിലെ താമസക്കാരനാണെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ പോരായ്മകൾ, നേട്ടങ്ങൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി. എല്ലാവരും പറയും കൊച്ചിയുടെ ഒരു ഉപഗ്രഹ നഗരമാണ് അരൂർ. അതിങ്ങനെ വാക്കാൽ പറയുന്നതല്ലാതെ ഈ ഉപഗ്രഹ നഗരമായിട്ടില്ല. ഇവിടെ നിന്നുള്ള മുഴുവൻ ആളുകളും കൊച്ചിയിലേക്ക് പോവുകയാണ് ജോലിക്ക്. ഈ പ്രദേശത്തുള്ള മുഴുവൻ പേരും അങ്ങോട്ടാണ് പോകുന്നത്. അവരെ ഇങ്ങോട്ടെത്തിക്കാനുള്ള സാഹചര്യം എന്ത്? ആ തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ബാർമൽ ലോറിയാണെങ്കിൽ പൂട്ടപ്പെട്ടു, ഈ മണ്ഡലത്തിലുണ്ടായിരുന്ന പള്ളാത്തറ ബ്രിക്സ് പൂട്ടപ്പെട്ടു, നിരവധി കമ്പനികൾ പൂട്ടപ്പെട്ടു. പുതിയതായൊരു കമ്പനി തുടങ്ങാൻ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർക്ക് ആർക്കും അത്തരത്തിലേക്ക് കഴിഞ്ഞില്ല. പിന്നെ വന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇതുമായി ബന്ധപ്പെട്ടാണ് പള്ളിപ്പുറത്ത് വന്നിട്ടുള്ളത്, ഗ്രോത്ത് സെൻറ്ററുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അവിടെയും ഫലവത്തായി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന അവസരങ്ങൾ തുടങ്ങാൻ, പദ്ധതികൾ തുടങ്ങാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ശരിക്കും ലോക ഭൂപടത്തിൽ അരൂർ എന്ന് പറയുന്നൊരു ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ശരിക്കും ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായി മാറേണ്ട ഘട്ടം കഴിഞ്ഞു. ചെറിയ ചെറിയ തുരുത്തുകൾ, ചെറിയ തോടുകൾ, കായലുകൾ, കടൽ, അതോടൊപ്പം തന്നെ ദ്വീപുകൾ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു മണ്ണാണ്. ഇവിടെ സാംസ്കാരികമായി തന്നെ വലിയ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, വിദേശികളെ ആകർഷിക്കാൻ പറ്റുന്ന, വിദേശ പണം നമ്മുടെ ഈ പ്രദേശത്തേക്ക് അരൂരേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. അത് വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണമായതുകൊണ്ട് അത്തരത്തിലേക്ക് കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ തുറവൂർ ക്ഷേത്രമാണെങ്കിലും, അതോടൊപ്പം തന്നെ അരൂർ ക്ഷേത്രമാണെങ്കിലും, അതോടൊപ്പം തന്നെ നമ്മുടെ തൈക്കാട്ടുശ്ശേരിയിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പഴക്കം ചേർന്ന മുസ്ലിം പള്ളികൾ ഉൾപ്പെടെയുള്ളൊരു പ്രദേശം. അപ്പം അത്തരം പദ്ധതികൾ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ലിങ്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ ദേശീയ പാതയിൽ ഉയരപ്പാത വരികയാണ്, ലോകത്തിന് തന്നെ മാതൃകാവുന്ന രൂപത്തിലേക്ക് വരിക. അത് ഒരു 10 വർഷം എടുത്തിട്ട് വരുന്നതല്ല, 2 വർഷം കൊണ്ട് മിന്നൽ വേഗത്തിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പദ്ധതിയാണ് വന്നു കഴിഞ്ഞാൽ. അത് സ്വാഭാവികമായി ആളുകൾ പറയുന്നുണ്ട്, ഇത് വന്നു കഴിഞ്ഞാൽ താഴത്തുള്ള ആൾക്കൊന്നും രക്ഷയുണ്ടാകില്ല, മുകളിൽ കൂടി വാഹനം പോകത്തുള്ളൂ. താഴത്തുള്ള ആൾക്ക് കൂടുതൽ സാധ്യതകൾ വളരാൻ പോവുകയാണ്. ബിസിനസ് രംഗം അത്തരത്തിലേക്ക് വളരാൻ പോവുകയാണ്. ഏറ്റവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാശ് വാരുന്ന ഒരു സ്ഥലം അരൂരാണ്. പക്ഷേ ഫലപ്രദമായി നമുക്കത് ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാവിലെ തൊഴിലാളികളെത്തി ചെമ്മീൻ പീലിംഗ് ഷെഡിലൊക്കെ എത്തി അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോകും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഒത്തിരി പദ്ധതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. നിലവിലുള്ള തൊഴിലുറപ്പ് മേഖല
അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലുറപ്പ് മേഖലയിൽ ആളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വലിയ പരാജയമാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കുണ്ടായിട്ടുള്ളത്. കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണ്, അത് വിനിയോഗിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാർ പദ്ധതികൾ, പെൻഷനാണെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് ആണെങ്കിലും നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആൾക്ക് ഇപ്പോഴും അന്യം നിൽക്കുകയാണ്. എൻ്റെ വീടിനടുത്തുള്ള ആളുകൾ പോലും വന്ന് ചോദിക്കേണ്ടത് എന്താ കിട്ടാൻ എന്താ മാർഗം. അപ്പോൾ അത് ഒരു MLA അല്ലെങ്കിൽ MP എന്ന രൂപത്തിലേക്ക് അതിനുള്ള സംവിധാനം ഓരോ പഞ്ചായത്തുകൾ തോറും എടുക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ആനുകൂല്യങ്ങൾ കിട്ടും. ഈ മണ്ഡലത്തിലുള്ള പേർക്ക് 100% ആനുകൂല്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ വിജയമായിരിക്കും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് അരൂരിൻ്റെ സാധ്യതകൾ ഏറെയാണ്. സമുദ്രവും കായലും എല്ലാം നിൽക്കുന്ന ഈ മേഖല, ചെറിയ ചെറിയ ഈ നമ്മുടെ മത്സ്യം വളർത്തുന്ന ഫാമുകൾ, അതിനുവേണ്ടി ആളുകളിങ്ങനെ നിൽക്കുകയാണ്. വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ മത്സ്യം വളർത്തുകയാണ്. ഒരു നെല്ലും ഒരു മീനും ഇത്തരം പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫലപ്രദമായി അത് നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. റോഡുകളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. ഇപ്പോൾ ദേശീയപാത വന്നു കഴിയുമ്പോൾ ഇതിന് മറ്റ് റോഡുകളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഞാനിന്ന് തഴുപ്പ് ഭാഗത്തൂടെയൊക്കെ സഞ്ചരിക്കുകയുണ്ടായി. റോഡിലൂടെ കുണ്ടും കുഴിയും മാത്രമേ ഉള്ളൂ, നേരെ ടാറ് കാണാനില്ല ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അത്തരത്തിലേക്ക് പോയ സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വിനിയോഗിക്കാൻ കഴിയണം. കുടിവെള്ളം കിട്ടാക്കനിയായി ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ആഴ്ചകളോളം കാത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു പൈപ്പ് പൊട്ടിയാൽ അതിനെ ദുരന്തഫലം അനുഭവിക്കുന്ന ഈ അരൂർ നിവാസികളാണ്. വെള്ളപ്പൊക്കം, മഴ പെയ്താലും പ്രശ്നം, മഴ പെയ്തില്ലെങ്കിലും പ്രശ്നം. അതാണ് അരൂരുകാരുടെ പ്രശ്നം. മഴ പെയ്ത് കഴിഞ്ഞാൽ മുട്ടോളം വെള്ളത്തിൽ പോകണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും, കായൽ വേലിയേറ്റം ഉണ്ടാകും. ഇതെല്ലാം അതിജീവിച്ചാണ് അരൂരുകാർ പോകുന്നത്. ഇതിന് പദ്ധതിയും തുകയും അനുവദിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആരൊക്കെയോ അവിടെയൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരം സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് അരൂർ. എല്ലാ തരത്തിലും അരൂർ ആ സാധ്യതകളുള്ളതാണ്. ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സമയം കൂടിയാണിത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം അതാണ്. അല്ലെങ്കിൽ ഉയരപ്പാത വരണ്ടല്ലോ. അരൂർ മണ്ഡലം ഭരിക്കുന്ന ആരാ? BJP അല്ലല്ലോ. കേരളം ഭരിക്കുന്ന ആരാ? BJP അല്ലല്ലോ. സ്വാഭാവികമായിട്ട് കൊടുക്കേണ്ടതില്ല. എന്നാൽ പോലും ആ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാട്, അത് മെട്രോ ഇങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ, അതിൻ്റെ മെട്രോ ട്രെയിൻ സംവിധാനം കൊണ്ടുവരുവാൻ, വാട്ടർ മെട്രോ കൊണ്ടുവരുവാൻ, ഈ ടൂറിസം പദ്ധതികൾ വികസിപ്പിക്കുവാൻ, അപ്പം മലിനമായി കിടക്കുന്ന ജലാശയങ്ങൾ ഉൾപ്പെടെ അത് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം, കായലിലേക്ക് ആഴം കുറഞ്ഞു, ആ ആഴം വർദ്ധിപ്പിക്കുവാൻ കഴിയണം, കടൽ ഭിത്തികൾ ഉണ്ടാകണം, അത്തരം സംവിധാനങ്ങളിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാകാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാകണം. ഫാക്ടറികളും അതോടൊപ്പം തന്നെ നിരവധി ഈ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഫാക്ടറികൾ ഉൾപ്പെടെയുള്ള തൊഴിൽ കേന്ദ്രങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ശരിക്കും അരൂർ. ഇപ്പോൾ അതെല്ലാം അന്യമായി കഴിഞ്ഞു. അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള സാധ്യതകളും അതിനുള്ള മനക്കരുത്തുമുള്ള ജനങ്ങളുടെ സ്ഥലമാണ് അരൂർ. അതുകൊണ്ടാണ് അതിനെയൊക്കെ അതിജീവിച്ച് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അരൂരിൽ നിന്ന് പോയി പണിയെടുക്കുന്നത്. അതോടൊപ്പം ഇതായിട്ടുള്ള മേഖല, നമ്മുടെ കമ്പ്യൂട്ടർ രംഗത്തുള്ള സംവിധാനം, അതിനൊക്കെ തന്നെ ആളുകൾ, അഭ്യസ്ത വിദ്യരായ ആളുകൾ അരൂരിൽ നിൽക്കുന്നില്ല, അവരൊക്കെ പുറത്തു പോവുകയാണ്. എല്ലാ തൊഴിൽ മേഖലയിലും മെക്കാനിക്കലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാം തന്നെ അരൂർ വിട്ട് പുറത്തു പോയി പണിയെടുക്കണം. അവരൊക്കെ ഇവിടെ നിലനിർത്താൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക, ഒരു പുതിയ അരൂരിൻ്റെ കാഴ്ചപ്പാട് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ അരൂരിലെ താമസക്കാരനായി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സാറേ, എന്നെപ്പോലത്തെ ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ വെച്ച് മറന്നു പോയെന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായില്ലേ? എന്താ സാറേ ഇങ്ങനെയൊക്കെ വന്നത്? ഞാൻ സാറ് നേതാവായതുകൊണ്ട് ഞാൻ ചോദിക്കണേ. 4 പാടം പാടത്തു വെള്ളം, വെള്ളത്തിലെന്താ കളിക്കണത്, തെളി വെള്ളത്തിലോടിക്കളിക്കണ വെള്ളിപ്പരലിൻ്റെ തേരോട്ടം.